എല്ലാവർക്കും നമസ്കാരം. അഭിപ്രായങ്ങളും ബന്ധങ്ങളും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബന്ധങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ, അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധങ്ങൾ എല്ലാവരുടെ ഇടയിലുണ്ട്. പക്ഷേ ആർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ പഠിച്ച എനിക്ക് അറിയുന്നത് പോലെ പഠിക്കാത്ത മറ്റുള്ളവർക്ക് അതിനെ കുറിച്ചിട്ട് അറിയണമെന്നില്ല. ഇതിൻ്റെ ഇടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാനൊരു ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്കൂളിലെ ഒരു അധ്യാപികയോട് ഞാൻ സംസാരിച്ചപ്പോൾ, ഒന്ന് രണ്ട് പേരെടുത്ത് സംസാരിച്ചപ്പോൾ അവർ പിറ്റേന്ന് വന്ന് പറഞ്ഞത് ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ്. ഞാൻ ആ വിഷയം വിട്ടു. പക്ഷെ ഞാൻ ആ ടീച്ചറുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. സ്കൂളിൽ പല വിധത്തിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പല വിധത്തിലുള്ള സാറന്മാരുണ്ട്. മാത്സിന്റെ ആളുണ്ട്, അതുപോലെ തന്നെ ബയോളജി, സോഷ്യൽ, ഇങ്ങനെ പല വിധത്തിലുള്ളുണ്ട്. മാത്സിന്റെ സംശയങ്ങൾ ബയോളജി ടീച്ചറുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ബയോളജിയിലുള്ള സംശയങ്ങൾ മാത്സിന്റെ അധ്യാപകനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് മിക്ക കാര്യങ്ങളും. നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു രക്ഷിതാവിന്റെ കുട്ടി, ആ രക്ഷിതാവ് പഠിപ്പിച്ച ഡോക്ടറായി, പക്ഷെ ആ കുട്ടിയെ പഠിപ്പിച്ചതും ആ കുട്ടിയെ ജനിപ്പിച്ചതും അതിന്റെ രക്ഷിതാവാണെന്ന് കരുതി രക്ഷിതാവിന് ചികിത്സ നടത്താനോ മരുന്ന് കൊടുക്കാനോ പറ്റില്ലല്ലോ. അത് പഠിച്ചതാരാണ്? ആ കുട്ടിയാണ്. അപ്പൊ MBBS പഠിച്ചത് ആരാണോ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവരുടെ രക്ഷിതാവിനെ അറിയണമെന്ന്. അപ്പൊ ചെറുത് ഭർത്താവിനുള്ള ജോലി മറ്റുള്ള എന്തെങ്കിലും നല്ല വേണ്ടപ്പെട്ട ഒരു മേഖലയായിരിക്കും. ആ മേഖലയിലുള്ള ആ ബിസിനസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭാര്യക്കും അറിയണമെന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായി നമ്മൾ പഠിക്കാൻ ഒന്നിക്ക് ശ്രമിക്കുക. അതല്ലെങ്കിൽ അത് പഠിച്ചിട്ട് നമ്മൾ അതിന്റെ തെറ്റും ശരിയും മനസ്സിലാക്കുക. അതല്ലാതെ നിങ്ങളിലുള്ള ഒരാളും അഭിപ്രായം എന്ന വണ്ണം നിങ്ങൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അതിനെ കുറിച്ചിട്ട് അറിയുന്നവരോട് മാത്രം ചോദിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഓക്കെ, അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ഒരു സംഭവങ്ങളും ഒന്നും നടന്നിട്ടുണ്ടാവില്ല. കാരണം പല സക്സസ് ആയിട്ടുള്ളവരുടെ കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാലും അവരെടുത്ത തീരുമാനത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർ കൊടുത്ത സപ്പോർട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും അവരെ വിജയം. അതല്ലാതെ ഇന്ന് വരെ ഒരിടത്തും ആരും എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അതിന് അവൻ്റെതായ അഭിപ്രായങ്ങളല്ലാണ്ട് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് എത്തൂല എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇതിന്റെ ഒറ്റ ഒരു കാര്യം മാത്രമാണ്. കാരണം ഏത് വിഷയത്തെ കുറിച്ചിട്ടുള്ള സംശയങ്ങളാണ് അല്ലെങ്കിൽ ഏത് കാര്യത്തെ കുറിച്ചിട്ടുള്ള, ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പേ പോസ്റ്റ് ചെയ്തത് ഒരു ഫുഡിനെ കുറിച്ചിട്ടും എൻ്റെ ഈ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ്. അത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരുടെ അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കേട്ടറിവിനെക്കാട്ടി കൂടുതൽ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഭാഗമായാണ് ഞാനിത് മനസ്സിലാക്കിയതും ഇത് മറ്റുള്ളവരോട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കുന്നില്ല, അതല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ അതിനെക്കുറിച്ച് വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അതിങ്ങനെ പറയുന്നു, അങ്ങനെ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുക്കൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. കാരണം ആരായാലും അങ്ങനെയാ സംസാരിക്കും. അപ്പൊ അതിൽ ഒറ്റൊരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് വിഷയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൃത്യമായി അറിയേണ്ടത്, ആ വിഷയം കൈകാര്യം ചെയ്യുന്നവരോട് അഭിപ്രായം ചോദിക്കണമെങ്കിൽ നിങ്ങൾ അഭിപ്രായം ചോദിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അഭിപ്രായം ചോദിക്കാൻ ഒരിക്കലും പറയില്ല. കാരണം സ്വയം മനസ്സിലാക്കാനും സ്വയം പഠിക്കാനാണ് ഞാൻ പറയാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഒരു എഞ്ചിനീയറായി പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ മക്കൾ എഞ്ചിനീയറായതിനെ കൊണ്ട് എനിക്ക് എഞ്ചിനീയറായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ഞാനൊരു ഡോക്ടറായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ മക്കളോ എൻ്റെ മാതാപിതാക്കളോ ഡോക്ടറായതിനെ കൊണ്ട് എനിക്ക് ഡോക്ടറുള്ള ആ പദവിയോ ഡോക്ടറായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് പറ്റില്ല. ഞാൻ എന്താണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്താണോ ആവേണ്ടത് അത് പഠിക്കേണ്ടത് ഞാനാണെന്നുള്ള ബോധം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു അറിവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.